സുബഹി നമസ്കാരത്തിൻ്റെ സലാം വീട്ടിയതിനു ശേഷം അതേ സ്ഥലത്തിരുന്ന് അനങ്ങാതെ അവൻ്റെ കാലുപോലും അനക്കാതെ അതേ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 10 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ അന്നേ ദിവസം രാത്രിയാകുന്നത് വരെ എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം സൂര്യൻ അസ്തമിക്കുന്നത് വരെ അവന് അനിഷ്ടകരമാകുന്ന, അവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അവന് പ്രയാസം വരുത്തുന്ന ഒരു കാര്യവും അന്ന് അവനിക്ക് സംഭവിക്കുകയില്ല. ഈ ദിക്ർ എത്ര ആളുകൾക്കറിയാം? അറിയുന്ന ആളുകൾ ഇത് ചൊല്ലാറുണ്ടോ? സുബഹി നമസ്കാരം കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി അതല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിച്ച് എഴുന്നേറ്റ് പോകുന്നവരല്ലേ? ഇനി ദിക്ർ ചെല്ലുന്നവരാണെങ്കിൽ തന്നെ ഇതേപോലെ അനങ്ങാതെ അതേ ഇരുത്തത്തിലിരുന്ന് ചെല്ലുന്നവർ എത്രയുണ്ട്? അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ നാം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അവനിക്ക് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ വലുതാണ്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, സുബഹി നമസ്കാരം കഴിഞ്ഞ് അതേ ഇരുത്തത്തിലിരുന്ന് അനങ്ങരുത്. സലാം വീട്ടിയതിനു ശേഷം അനങ്ങരുത്. ഖിബിലക്ക് മുന്നിട്ടിട്ടാണല്ലോ ഇരിക്കുന്നത്. അതേ ഇരുപ്പിൽ തന്നെ അവൻ്റെ കാലുപോലും അനക്കാതെ അവൻ അതേ ഇരുത്തത്തിലിരുന്നു കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 10 പ്രാവശ്യം ചൊല്ലുക. എന്നാൽ അന്നത്തെ ദിവസം സൂര്യൻ അസ്തമിക്കുന്നത് വരെ അവന് യാതൊരുവിധ പ്രയാസവും ഉണ്ടാവുകയില്ല. അതിനുശേഷം പിന്നീട് 7 പ്രാവശ്യം അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ എന്ന് ചൊല്ലണം. പിന്നീട് സാധാരണയിൽ നാം ചൊല്ലുന്ന ദിക്റുകൾക്ക് ചൊല്ലിക്കോളി സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. ഞാൻ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഈ ദിക്റിന്റെ മഹത്വമാണ്. ഇതേപോലെ തന്നെ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം അനങ്ങാതെ അവൻ്റെ കാലുപോലും അനങ്ങാതെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 10 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ നേരം പുലരുന്നത് വരെ അവനിക്ക് അനിഷ്ടമാകുന്ന ഒന്നും തന്നെ, അവനെ പ്രയാസപ്പെടുത്തുന്ന ഒന്നും തന്നെ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഇത് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനാണെങ്കിലും ശരി, ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമാണെങ്കിലും ശരി, മഅ്മൂമാണെങ്കിലും ശരി, ഇവരൊക്കെ ഇത് പാലിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന നേട്ടങ്ങൾ വലുതാണ്. ഇത് ഒരിക്കലും നാം നിഷ്ഫലമാക്കി പോകരുത്, നഷ്ടപ്പെടുത്തി പോകരുത്. സുബഹി നമസ്കാരത്തിൻ്റെ സലാം വീട്ടിയതിനു ശേഷം അതേ സ്ഥലത്തിരുന്ന് അനങ്ങാതെ അവൻ്റെ കാലുപോലും അനക്കാതെ അതേ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 10 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ അന്നേ ദിവസം രാത്രിയാകുന്നത് വരെ എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം സൂര്യൻ അസ്തമിക്കുന്നത് വരെ അവന് അനിഷ്ടകരമാകുന്ന, അവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അവന് പ്രയാസം വരുത്തുന്ന ഒരു കാര്യവും അന്ന് അവനിക്ക് സംഭവിക്കുകയില്ല. ഈ ദിക്ർ എത്ര ആളുകൾക്കറിയാം? അറിയുന്ന ആളുകൾ ഇത് ചൊല്ലാറുണ്ടോ? സുബഹി നമസ്കാരം കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി അതല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിച്ച് എഴുന്നേറ്റ് പോകുന്നവരല്ലേ? ഇനി ദിക്ർ ചെല്ലുന്നവരാണെങ്കിൽ തന്നെ ഇതേപോലെ അനങ്ങാതെ അതേ ഇരുത്തത്തിലിരുന്ന് ചെല്ലുന്നവർ എത്രയുണ്ട്? അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ നാം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അവനിക്ക് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ വലുതാണ്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, സുബഹി നമസ്കാരം കഴിഞ്ഞ് അതേ ഇരുത്തത്തിലിരുന്ന് അനങ്ങരുത്. സലാം വീട്ടിയതിനു ശേഷം അനങ്ങരുത്. ഖിബിലക്ക് മുന്നിട്ടിട്ടാണല്ലോ ഇരിക്കുന്നത്. അതേ ഇരുപ്പിൽ തന്നെ അവൻ്റെ കാലുപോലും അനക്കാതെ അവൻ അതേ ഇരുത്തത്തിലിരുന്നു കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 10 പ്രാവശ്യം ചൊല്ലുക. എന്നാൽ അന്നത്തെ ദിവസം സൂര്യൻ അസ്തമിക്കുന്നത് വരെ അവന് യാതൊരുവിധ പ്രയാസവും ഉണ്ടാവുകയില്ല. അതിനുശേഷം പിന്നീട് 7 പ്രാവശ്യം അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ എന്ന് ചൊല്ലണം. പിന്നീട് സാധാരണയിൽ നാം ചൊല്ലുന്ന ദിക്റുകൾക്ക് ചൊല്ലിക്കോളി സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. ഞാൻ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ഈ ദിക്റിന്റെ മഹത്വമാണ്. ഇതേപോലെ തന്നെ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം അനങ്ങാതെ അവൻ്റെ കാലുപോലും അനങ്ങാതെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് 10 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ
നേരം പുലരുന്നത് വരെ അവനിക്ക് അനിഷ്ടമാകുന്ന ഒന്നും തന്നെ, അവനെ പ്രയാസപ്പെടുത്തുന്ന ഒന്നും തന്നെ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഇത് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനാണെങ്കിലും ശരി, ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമാണെങ്കിലും ശരി, മഅ്മൂമാണെങ്കിലും ശരി, ഇവരൊക്കെ ഇത് പാലിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന നേട്ടങ്ങൾ വലുതാണ്. ഇത് ഒരിക്കലും നാം നിഷ്ഫലമാക്കി പോകരുത്, നഷ്ടപ്പെടുത്തി പോകരുത്.